ശ്രീജിത്ത്, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷത്തിന് രക്ഷയില്ല എന്നൊക്കെ ഏറെക്കാലമായിട്ട് ചില കക്ഷികളുടെ വിലാപം. അത് എത്രത്തോളം വാസ്തവമുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത്. ഹിമാചലിലെ മസ്ജിദ് പള്ളികൾ, മാർക്കറ്റിനുള്ളിൽ ഉള്ള ആ മസ്ജിദുകളൊക്കെ പൊളിക്കണം എന്ന് കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതൊരു പക്ഷേ അത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ ചിലപ്പോൾ ഈ ന്യൂനപക്ഷത്തെ വളരെയധികം പീഡിപ്പിക്കുന്നു എന്നുള്ള തരത്തിലേക്കും മാറ്റുമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ? തീർച്ചയായും അത്തരത്തിലാണ് മുൻപും സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തിയുമായി രാഷ്ട്രീയ പാർട്ടികളോ കോടതികളോ മുന്നോട്ട് വരുമ്പോൾ ഒരു ന്യൂനപക്ഷങ്ങളെയോ അതോ മറ്റേതെങ്കിലും ഒരു മതത്തെയോ ടാർഗറ്റ് ചെയ്യുന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വിമർശനം. പക്ഷേ അതൊന്നുമല്ല, ഇത് നിരന്തരമായി അവിടെ സർക്കാർ കണ്ടെത്തിയ കാര്യമായിരുന്നു. അവിടുത്തെ സിംല കോർപ്പറേഷനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹിമാചലിലെ ഷിംലയിലാണ് അനധികൃതമായി നിർമ്മിച്ച മസ്ജിദ് പൊളിക്കാൻ കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നഗരഹൃദയത്തിൽ അറിയാലോ, ഹിമാചൽ പ്രദേശിലെ തലസ്ഥാനമായ ഷിംലയ്ക്ക് സമീപം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് ഈ മസ്ജിദ് ഇരിക്കുന്നത്. ഈ മസ്ജിദ് 2011 എന്തോ ആണെന്ന് തോന്നുന്നു നിർമ്മിച്ചിരുന്നത്. അതിനുശേഷം ആദ്യം ഒരു നിലയായിരുന്നു നിർമ്മിച്ചത്. പക്ഷേ അതിനുശേഷം ഈ മസ്ജിദ് കമ്മിറ്റി ആരെയും അനുമതി വാങ്ങാതെ തന്നെ അവർ 3 നിലയിലേക്ക് ഇത് പുതുക്കി പണിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമുക്ക് കേരളത്തിലും പലയിടങ്ങളിലും കാണുന്നു. ഇത് മസ്ജിദ് മാത്രമല്ലല്ലോ, ഇപ്പോൾ പലയിടങ്ങളിലും പ്രകൃതിക്ക് ദോഷമായി മാറുന്ന രീതിയിലും സർക്കാരിൻ്റെ ഭൂമിയും എല്ലാം കയ്യേറി ഇത്തരം കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനാണ് ഇവർ പലപ്പോഴും ശ്രമിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും. ഇത് രണ്ടും എന്തായാലും സർക്കാരുകൾ കൈവയ്ക്കില്ല എന്നൊരു ചിന്ത എല്ലാവർക്കും പൊതുവേ ഉണ്ട്. അതിനെ മുതലാക്കിയാണ് ഇത്തരത്തിൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലും ഇത്തരമൊരു മസ്ജിദ് നിർമ്മാണമായി അവിടുത്തെ മുസ്ലിം കമ്മിറ്റികൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ അത് പൂർണ്ണമായി തന്നെ പൊളിച്ചു നീക്കുവാൻ കോടതിയുടെ ഭാഗത്ത് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനെതിരെയായിരുന്നു അത്. ഈ ഉത്തരവ് അവിടുത്തെ ചില വിഭാഗങ്ങൾ, ചില വ്യവസായികളെല്ലാം ഇതിനെതിരെ സമരം ചെയ്തിരുന്നു. ഈ മസ്ജിദ് അനധികൃതമായാണ് നിർമ്മിച്ചത്, തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി അവർ സിംലയിലെ കോർപ്പറേഷനെ, മുനിസിപ്പാലിറ്റിയെ സമീപിക്കുന്നു. അതിനുശേഷം അവർ സർവേ നടത്തുകയാണ്. ഈ സർവേയിൽ അത് ശരിയാണെന്ന് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ നാം ഒരു കെട്ടിടം വയ്ക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൻ്റെ എല്ലാം അനുവാദം വാങ്ങണമല്ലോ. അങ്ങനെ ഒരു അനുവാദവും വാങ്ങാതെയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കെട്ടിട നിർമ്മാണം പുരോഗമിച്ചത്. മറിച്ച് സാറ് അതിൽ തുടക്കം സൂചിപ്പിച്ചത് കാര്യമുണ്ട്, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള അക്രമമായി ഇതിനെ ചിത്രീകരിക്കുമോ എന്ന്. എന്തായാലും അത്തരത്തിലൊരു സാധ്യതയില്ല. അതാണ് നാം ഈ കാര്യം പോലും പുറത്തറിയാത്തത്. ഹിമാചൽ പ്രദേശ് ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് ആകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരായ പൊതുവെ അവർ തന്നെ പറഞ്ഞു പരത്തുന്നത്. അതിനാൽ തന്നെയാണ് ഈ വാർത്ത കൂടുതൽ പുറത്തു വരാത്തതും. ഹിമാചലിലെ മുഖ്യമന്ത്രി ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. എന്തായാലും ആ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ പള്ളി പൊളിച്ചു നീക്കാനുള്ള കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ കോർപ്പറേഷന്റെ ഈ തീരുമാനത്തിനെതിരെ ഈ പള്ളി കമ്മിറ്റിക്കാർ തന്നെ, മസ്ജിദിന്റെ കമ്മിറ്റിക്കാർ തന്നെ അവിടുത്തെ ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു. ആ ജില്ലാ കോടതിയാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായി തന്നെ പൊളിച്ചു നിൽക്കണമെന്ന രീതിയിലുള്ള. പക്ഷേ അനധികൃതമായി നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടം ഈ അനുവാദം വാങ്ങി ലഭിച്ച് കെട്ടിയതാണ്. പക്ഷെ അവർ 3 നില പിന്നീട് അഡീഷണലായി കെട്ടിപ്പോക്കുകയാണ്. അതാണ് തകർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാം പൊതുവെ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നു. പണ്ട് നമ്മൾ ഇത് കേരളത്തിലാണ് കണ്ടിട്ടുള്ളത്. VS അച്യുതാനന്ദൻ മൂന്നാറിൽ അനധികൃതമായുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള അന്ന് ബുൾഡോസർ അങ്ങനെ എന്തോ പൂച്ചയാണ്, അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നല്ലോ, അതുമായി പോകുന്നു. 3 പൂച്ചകൾ. അത് കാരണം അത് നമ്മുടെ ഋഷിരാജ് സിംഗ്, സുരേഷ് കുമാർ, ഒരാളൂടെ ഉണ്ട്. VSന്റെ പൂച്ചകൾ ഓപ്പറേഷനാണ്. അതെ, അദ്ദേഹത്തിന്. പക്ഷെ പിന്നീട് വന്ന പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി നേതാക്കൾക്കും അതിൽ താല്പര്യമില്ലായിരുന്നില്ല. അങ്ങനെ അത് പകുതി വഴി വെച്ചു ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പൊതുവെ അറിയാം, നമ്മുടെ നാട് പോലെ സമാധാനമൊന്നും അല്ലല്ലോ. അവിടെ വിളയാടുന്നത് ഗുണ്ടാ സംഘങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കെല്ലാം അവിടെ അവർ ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് ഉത്തരേന്ത്യ. അപ്പോൾ അവരെ അമർച്ച ചെയ്യണമെങ്കിൽ ഇത്തരം കർശനമായ നിലപാടുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. നാം അത് പ്രധാനമായത് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് അറിയാലോ, ഒരു അമേരിക്കയിൽ അതിനേക്കാൾ ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ്. അതൊരു ചെറിയ രാജ്യമായി തന്നെ നമുക്ക് കണക്കാക്കുന്ന അത്ര ജനസംഖ്യയുള്ള രാജ്യം
ഒരു സംസ്ഥാനമാണ്. അവിടെ ഇത്തരത്തിൽ നിരന്തരം ഈ അവിടെ പ്രത്യേകിച്ച് അറിയാലോ, SP-യുടെയും BSPയുടെയും ചിലപ്പോൾ BJPയുടെ തന്നെ MLA-മാരും MP-മാരെല്ലാം പഴയ ഗുണ്ടകളായിരിക്കും. അവർ ഒരു കാലത്ത് അവിടെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഗുണ്ടായുസവുമായി നടന്ന ശേഷമായിരിക്കും പിന്നീട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. തങ്ങളുടെ ഈ ഗുണ്ടായുസത്തിന്റെയും പണത്തിന്റെയും പേരിൽ അവർ വിജയിച്ചു വരുന്നതാണ് നാം പിന്നീട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വിജയിക്കുന്നവരെന്ത് ചെയ്യും? അവർ കൂടെയുള്ള ഈ ഗുണ്ടകൾക്കും അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായ കെട്ടിടങ്ങൾ പൂർണ്ണമായി തന്നെ ഇടിച്ചു നിരത്തുന്നു. അതിനെതിരെ ഇപ്പോൾ കോടതി പലതവണ വിമർശനം ഉന്നയിച്ചെങ്കിലും പക്ഷെ അതിനെല്ലാം ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണല്ലോ തുടർച്ചയായി ജനങ്ങൾ അവിടെ ആ സർക്കാരിന് ഒരു അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നത്. പിന്നീട് നാം ഡൽഹിയിൽ അതിന് സമാനം അങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടുണ്ട്, മധ്യപ്രദേശിൽ കണ്ടു, ആസാമിൽ കണ്ടു, ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും അതിനൊരു സമാനമായ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. എന്തായാലും അനധികൃതമായി നിർമ്മിച്ച ആ മസ്ജിദാണ് പൊളിച്ചു നീക്കാൻ കോടതി തന്നെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മറിച്ച് മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇത്തരം നടപടികൾ എടുക്കുന്നത് ഒന്നെങ്കിൽ പ്രാദേശികമായ ഭരണകൂടമോ അല്ലെങ്കിൽ തന്നെ സർക്കാരോ ആയിരിക്കും. പ്രധാനമായ പ്രാദേശിക, ഇടയ്ക്ക് ഡൽഹിയിലും അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നുണ്ടല്ലോ, ഒരു മേഖല കേന്ദ്രീകരിച്ച് അന്ന് ഡൽഹി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണകൂടം അത് പൊളിച്ചു നീക്കാൻ അത് അനുവാദം നൽകിയിരുന്നു. പിന്നീട് ആനി രാജ്യമാണോ അതോ വേറെ ആരോ ഒരു വൃന്ദാക്കാരാട്ടോ ആരോ പോയി അതിന്റെ ഈ ബുൾഡോസറിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ എന്തായാലും അവർ അപ്പോ പഴയ VS-നെ മറന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അനധികൃത കെട്ടിടങ്ങൾ പൂർണ്ണമായി തന്നെ പൊളിച്ചു നീക്കണം. പ്രത്യേകിച്ച് ഈ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിൽ അത് മാതൃകയാക്കി മാറ്റാനുള്ളതാണ്. ഇപ്പോൾ വയനാടായാലും ഇടുക്കിയിലായാലും അനധികൃതമായി ഈ കെട്ടിടങ്ങളെല്ലാം വച്ചാണ് ഈ പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാകുന്നത്. ഒന്നും വേണ്ടല്ലോ, ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ ചില വാർത്തകൾ വന്നിരുന്നു. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് മുകളിൽ ഒരു കെട്ടിടമുണ്ട്, റിസോർട്ട്. ആ റിസോർട്ടിൽ ഈ അനധികൃതമായി ഈ വെള്ളം കെട്ടി നിർത്തുമല്ലോ, സ്വിമ്മിംഗ് പൂൾ, അതിനെക്കുറിച്ചെല്ലാം തുടക്കത്തിൽ വാർത്തയുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാനൊന്നും പോയിട്ടില്ല. അത്തരത്തിൽ നൂറുകണക്കിന് കെട്ടിടങ്ങൾ കേരളത്തിലെ ഇടുക്കിയിലായാലും വയനാടിലായാലും ഇത്ര അനധികൃത കെട്ടിടങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പൊളിച്ചു നീക്കാൻ സർക്കാർ തന്നെ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്തായാലും രാഷ്ട്രീയമാണല്ലോ, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലായിരിക്കും. ഇപ്പൊ UDF വരുമ്പോൾ അങ്ങനെ LDF-നെ കൂടുതൽ പിണക്കാറില്ല, അടുത്ത് LDF വരുമ്പോഴും UDF-നെ പിണക്കാറില്ല. അതുകൊണ്ട് നാം കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിലെല്ലാം ഒരു പാർട്ടി വന്നാൽ എതിർ പാർട്ടിക്കാർ അഴിമതി ഉണ്ടെങ്കിൽ അവർ എന്തായാലും ജയിലിൽ പോകും. കേരളത്തിലാകെ പോയിട്ടുള്ളത് ബാലകൃഷ്ണ പിള്ള മാത്രമാണല്ലോ, അത് VS അച്യുതാനന്ദന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ അദ്ദേഹവും പോകില്ല. അതിനുശേഷം ആ സമയം തന്നെ അദ്ദേഹത്തിന്റെ വീടിനേക്കാൾ സൗകര്യം അവിടെ ജയിലിലുണ്ടായിരുന്നെന്ന് ചർച്ച ഉണ്ടല്ലോ. അത്രയ്ക്ക് വലിയ സൗകര്യങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന. എന്തായാലും ഇതിലേക്ക് വരികയാണെങ്കിൽ കോടതിയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്: രാജ്യത്തെ നിയമവാഴ്ച എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് അനധികൃത നിർമ്മാണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി നൽകിയ ഹർജിക്കാരന് ആ നിലപാടിൽ അയാൾ എന്തായാലും അതിനെ എതിർപ്പുന്നയിച്ചെങ്കിലും കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായിരുന്നു ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. 2011 ഒരു നില കെട്ടിടവുമായി നിർമ്മിച്ചത്. പിന്നീട് അത് 5 നിലയാക്കിയാണ് പുതുക്കിപ്പണിതത്. 5 നിലയാക്കി പുതുക്കിപ്പണിതപ്പോൾ ഇതിന് ഇവർ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്നോ അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുമതി വാങ്ങാതെയാണ് ഈ മസ്ജിദിന്റെ നിർമ്മാണവുമായി മുൻപോട്ട് പോയത്. ഈ മസ്ജിദിന്റെ നിർമ്മാണത്തെ തുടർന്ന് അവിടുത്തെ ഒരു മാർക്കറ്റിന് സമീപമാണ്, ഒരു ചന്തയ്ക്ക് സമീപമാണ്. അവിടുത്തെ അറിയാലോ വലിയ മാർക്കറ്റുകളായിരിക്കും. അപ്പോൾ അതിന് സമീപമാണ് ഇത് ഉണ്ടായിരുന്നത്. ഇത് അങ്ങനെ അനധികൃതമായി നിർമ്മിച്ചപ്പോൾ അവിടുത്തെ വ്യവസായികളെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരുന്നു. അവർ ഇത് കാണിച്ചാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ആ പരാതിയായിരുന്നു കോർപ്പറേഷൻ പരിഗണിക്കുകയും പിന്നീട് ഈ സർവേ നടപടികൾ നടത്തുകയും ചെയ്തു. ആ സർവേ നടപടിയുടെ ഫലമായാണ് ഇത് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി. പക്ഷെ ഇതിനെതിരെ ഹർജി നൽകുന്നു. ഹർജി കോടതി തള്ളിക്കളഞ്ഞിട്ട് ഇത് പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷെ ഇതിനെതിരെ എന്തായാലും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പക്ഷെ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് മൗനത്തിലാണ്. പക്ഷേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് വലിയ കടന്നുകയറ്റമായി പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മസ്ജിദുകളും
മദ്രസകളും പൊളിക്കാനുള്ള BJP സർക്കാരിൻ്റെ ശ്രമമെന്നാണ് വിമർശനം ഉയരുന്നത്. അവർ സമാനമായി ഉന്നയിക്കുന്നത് ആസാമിലും ഇത്തരത്തിൽ ഹിമന്ത വിശ്വ ശർമ്മയാണല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിനെതിരെ വലിയ ന്യൂനപക്ഷങ്ങൾ വലിയ ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിരന്തരം ഇത്തരം വിവാദ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണരീതിയും അത്തരത്തിലാണ്. അദ്ദേഹം ഇടക്കാലത്ത് ഒരു മദ്രസ പൊളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിലായിരുന്നു. ഈ അനധികൃതമായ ഒരു നിർമ്മാണമായിരുന്നു ആ മദ്രസയുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിനാൽ തന്നെ അത് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ ഇന്ത്യയുടെ പലയിടങ്ങളിലും അനധികൃതമായി നിർമ്മിച്ച പല കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ ഈ ക്രിമിനലുകൾ താമസിച്ച് അവർ അനധികൃതമായി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ ഈ പൊളിച്ചു നീക്കുകയാണെങ്കിൽ, മറിച്ച് ഇവിടെ ഈ അനധികൃതമായി നിർമ്മിച്ച മസ്ജിദാണ് പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ അന്ന് ഇതിനെതിരെ സർവേ നടപടികൾ നടന്നിട്ടുണ്ടല്ലോ, അന്ന് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. വലിയ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊന്നും അന്ന് അതിനൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. എന്തായാലും സർക്കാർ ചെവിക്കൊണ്ടിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ആണല്ലോ അവിടെ ഭരിക്കുന്നത്. അവരിനി ഇതിനെതിരെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ, അതോ ഈ മസ്ജിദിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടിയുമായി മുന്നോട്ട് വരുമോ എന്നതെല്ലാം നാം കാത്തിരുന്നാണ് കാണാനുള്ളത്. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.